ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മിയുടെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ഉണ്ണീനോട് കരുണ പറയുന്നുണ്ട്, ഒന്നും അറിയാത്ത പോലെ നിങ്ങളിങ്ങനെ ഉറങ്ങിക്കിടന്നോ, നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, ഓ ശരിയാ, നമുക്ക് ആ വിഗ്രഹം ഇന്ന് മാറ്റണ്ടേ, അല്ലടോ നമുക്കിത് മാറ്റണോ, എന്തായാലും നമ്മളുടെ കുഞ്ഞ് വരെ പോയില്ലേ, ഇനിയിപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, നമുക്ക് തന്നെയല്ലേ ആപത്തായിട്ട് വരിക. ഒരിക്കലും മഹാലക്ഷ്മി ഏട്ടത്തിക്കോ അല്ലെങ്കിൽ കണ്ണേട്ടനോ ഒന്നും സംഭവിക്കില്ല, നമുക്ക് എന്ത് ചെയ്യും, അത് തീരാൻ നഷ്ടങ്ങളെ മാറും എന്നൊക്കെ ഇങ്ങനെ കരുണയോട് പറയുന്നുണ്ട്. അപ്പോൾ കരുണ പറയുന്നുണ്ട്, അല്ലെങ്കിലും നിങ്ങളെ കൊണ്ടൊന്നും സാധിക്കില്ല, വെറുതെ ഇങ്ങനെ വായ്ത്താളടി ആ കണ്ണേട്ടൻ്റെ മുമ്പിൽ ഒരു അടിമേനെ പോലെ നിൽക്കാനല്ലാണ്ട് നിങ്ങളെ കൊണ്ട് എന്നെ സന്തോഷിപ്പിക്കാനോ എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ ഒന്നും നിങ്ങൾക്ക് എന്തായാലും കഴിയില്ല എന്നിങ്ങനെ ഉണ്ണീനോട് പറയുന്നത്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് എടുക്കാം, പക്ഷേങ്കിൽ എടുക്കണോ വേണ്ടി എന്നിട്ട് ഞാൻ സെക്കൻഡ് ചാൻസ് എന്നുള്ള രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ, നമുക്ക് എന്തായാലും നമ്മുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടില്ല, ഇനിയിപ്പോൾ എനിക്ക് നിന്നെ കൂടെ നഷ്ടപ്പെടുത്താൻ വയ്യ കരുണ എന്നിങ്ങനെ എന്തുണ്ട് കരുണയോട് പറയുന്നുണ്ട്. അപ്പോൾ കരുണ പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് എന്ത് ചെയ്യണം, മഹാലക്ഷ്മിയുടെ അടിത്തറ ഇളക്കണം, മഹാലക്ഷ്മി ആ വിഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ രക്ഷപ്പെടുന്നതെങ്കിൽ ആ വിഗ്രഹം എടുത്ത് മാറ്റാൻ എനിക്കൊരു മടിയില്ല, അതിപ്പോൾ അയ്യപ്പ വിഗ്രഹമായാലും അത് ഏത് വിഗ്രഹമായാലും ഞാൻ എന്തായാലും അത് എടുത്ത് മാറ്റുകയും ചെയ്യും, എന്തായാലും വാ ഉണ്ണിയേട്ടാ നമുക്ക് പോയിട്ട് അത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഉണ്ണീനെയും കൊണ്ട് എന്ത് പൂജാ റൂമിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, മഹാലക്ഷ്മി ആണെങ്കിൽ ഉറക്കത്തിൽ പെട്ടെന്ന് അങ്ങ് ഞെട്ടി എണീക്കുന്നുണ്ട്. എന്നിട്ട് കണ്ണനോട് പറയുന്നുണ്ട്, എന്തോ ഒരു പ്രശ്നം നടക്കുന്ന പോലെ, അയ്യപ്പ വിഗ്രഹം ആരും അവിടെ നിന്ന് എടുത്ത് മാറ്റുന്ന പോലെ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് കണ്ണേട്ട എന്നിങ്ങനെ പറയുമ്പോൾ കണ്ണൻ പറയും, എടോ അത് തൻ്റെ വിഗ്രഹമല്ലേ, താൻ പൂജിക്കുന്ന അയ്യപ്പ വിഗ്രഹമല്ലേ, അതെന്തായാലും ആരും തന്നെ എടുത്ത് മാറ്റില്ല, അത് എടുത്ത് മാറ്റിയാലോ തിരിച്ചത് അവിടെ തന്നെ വരും, അത് തനിക്കറിയാലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ടൊന്നും എന്ത് ചെയ്യുന്നില്ല, മഹാലക്ഷ്മിക്ക് തീരെ ഉറങ്ങാനൊന്നും പറ്റുന്നില്ല. മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എന്നാ വാടോ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ വരെ പോയിട്ട് നിന്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റി അത് അവിടെ തന്നെ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്താമെന്ന് പറഞ്ഞു. കണ്ണനെയും കൂട്ടിയിട്ട് മഹാലക്ഷ്മി എന്ത് ചെയ്യുന്നുണ്ട്, അവിടത്തേക്ക് പോകുന്നുണ്ട്. അവിടെ പോയിട്ട് എന്തെങ്കിലും മഹാലക്ഷ്മി നേരിട്ട് ഈ ഒരു അയ്യപ്പ വിഗ്രഹം കാണുമ്പോഴാണ് മഹാലക്ഷ്മിക്ക് സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ എന്തായാലും നടന്നിട്ടില്ല എന്ന് മനസ്സിലാകുന്നത്. ഗുരുസ്വാമികൾ വരുന്നത് പ്രമാണിച്ച് അയ്യപ്പ വിഗ്രഹം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പൂജാ റൂമിൽ നിന്ന് എടുത്തിട്ട് തിരിച്ച് പുറത്തേക്ക് വെക്കുന്നുണ്ട്. കണ്ണനും മഹാലക്ഷ്മി നിൽക്കുന്ന സമയത്ത് ഉണ്ണി എന്ത് ചെയ്യുന്നുണ്ട്, അവിടത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഈ ഒരു അയ്യപ്പ വിഗ്രഹം എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അത് നമ്മൾ പൂജാ റൂമിൽ നിന്ന് എടുത്തിട്ട് ഇവിടത്തേക്ക് കൊണ്ടുവന്നു, എന്തായാലും ഗുരുസ്വാമികളൊക്കെ വരുന്നതല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ണിയാണെങ്കിൽ ആകെ അങ്ങ് ഷോക്കായി പോകുന്നുണ്ട്. കാരണം ഇന്നലെ ഉണ്ണിയും കരുണയും കൂടിയിട്ട് ഈ ഒരു അയ്യപ്പ വിഗ്രഹം എന്ത് ചെയ്തിട്ടുണ്ട്, പൂജാ റൂമിൽ നിന്ന് എടുത്ത് കളഞ്ഞതാണ്. പിന്നെ അതെങ്ങനെ ഇവിടെ വന്നു എന്നുള്ളതിൽ ഭയങ്കര സംശയമുണ്ട്. എന്നിട്ട് ഉണ്ണി നേരെ എന്ത് ചെയ്തിട്ടുണ്ട്, കരുണേൻ്റെ അടുത്തേക്ക് പോയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. കരുണയാണെങ്കിൽ ഷോക്കായി പോകുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും കരുണയ്ക്കും ഉണ്ണിക്കും പ്രതാപനും മുത്തശ്ശിക്കും ആർക്കും തന്നെ അയ്യപ്പനെയും മഹാലക്ഷ്മിൻ്റെ അടുത്ത് നിന്ന് വേർതിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിലെല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ്. അപ്പോൾ മഹാലക്ഷ്മി എന്തിനും കണ്ണനോട് പറയുന്നുണ്ട്, അത്ര എളുപ്പത്തിലൊന്നും എന്തിയില്ല, അയ്യപ്പനെ എൻ്റെ അടുത്ത് നിന്ന് അകറ്റാൻ ആർക്കും പറ്റില്ല എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അതേടോ അത് തന്നെയാണ് ശരിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രമോ റിവ്യൂവിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോ കിട്ടുന്നവരേക്കും ബൈ.